നമസ്കാരം. വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞത് അധികാരത്തിലെത്തിയാൽ മറക്കുന്ന പരിപാടിയില്ലെന്ന് വീണ്ടും തെളിയിക്കുകയാണ് കർണാടക സർക്കാർ. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത 5ാമത്തെ ഉറപ്പാണ് ഉടൻ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5ാം തെരഞ്ഞെടുപ്പ് ഗ്യാരണ്ടി യുവനിധിയുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ 2024 ജനുവരി 12 മുതൽ പദ്ധതിയുടെ വിതരണം ആരംഭിക്കും എന്നാണ് സർക്കാർ അറിയിച്ചത്. ബിരുദധാരികൾക്കും ഡിപ്ലോമ ഹോൾഡർമാർക്കും തൊഴിലില്ലായ്മ സഹായം വാഗ്ദാനം ചെയ്യുന്ന 5ാമത്തെയും അവസാനത്തെയും തെരഞ്ഞെടുപ്പ് ഗ്യാരണ്ടി യുവനിധിയുടെ രജിസ്ട്രേഷൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ ഉദ്ഘാടനം ചെയ്തു. 2022-23 അധ്യയന വർഷത്തിൽ വിജയിച്ച ബിരുദധാരികൾക്ക് 3000 രൂപയും ഡിപ്ലോമ ഹോൾഡർമാർക്ക് 1500 രൂപയും ധനസഹായം പദ്ധതി വാഗ്ദാനം ചെയ്യുന്നു. ബിരുദം ഡിപ്ലോമ പാസ്സായ തീയതി മുതൽ 180 ദിവസം കഴിഞ്ഞിട്ടും ജോലി ലഭിക്കാത്തവർക്ക് പണം നൽകുമെന്നും ഉദ്യോഗാർത്ഥികൾ കുറഞ്ഞത് 6 വർഷമെങ്കിലും കർണാടകയിൽ സ്ഥിരതാമസമുണ്ടെന്ന് തെളിയിക്കേണ്ടതുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ബിരുദ ഡിപ്ലോമ പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുന്ന തീയതി മുതൽ 2 വർഷത്തേക്കോ അല്ലെങ്കിൽ അവർ ജോലി ചെയ്യാൻ തുടങ്ങുന്നതുവരെയോ അല്ലെങ്കിൽ സ്വയം തൊഴിൽ തുടങ്ങുന്നതുവരെയോ തൊഴിലില്ലായ്മ അലവൻസ് നൽകും. തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് കൈമാറും. സ്വയം തൊഴിൽ ചെയ്യുന്നവരും ഉന്നത വിദ്യാഭ്യാസം തുടരുന്നവരുമായ ഉദ്യോഗാർത്ഥികളെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രി ശരണപ്രകാശ് പാട്ടീൽ പറയുന്നതനുസരിച്ച് ഈ വർഷം 250 കോടി രൂപയാണ് പദ്ധതിക്ക് അനുവദിച്ചിട്ടുള്ളത്. അടുത്ത വർഷം 1250 കോടി രൂപ ഈ ഇനത്തിൽ ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. പിന്നീടുള്ള ഓരോ വർഷവും സംസ്ഥാനത്തിന് ഏകദേശം 2500 കോടി രൂപ ചെലവ് വന്നേക്കാം. ആനുകൂല്യം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സേവാ സിന്ധു പോർട്ടലിൽ ലോഗിൻ ചെയ്തോ കർണാടക 1, ബംഗളൂരു 1, ഗ്രാമ 1, ബാപ്പുജി സേവാ കേന്ദ്രം എന്നിവ വഴിയോ അപേക്ഷിക്കാം. എൻറോൾമെന്റ് സൗജന്യമായിരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടി പദ്ധതികൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് പ്രത്യേക മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയും ഉപമുഖ്യമന്ത്രിയും PCC പ്രസിഡന്റുമായ DK ശിവകുമാറും ഗ്യാരണ്ടി കാർഡുകളിൽ ഒപ്പിട്ട് ഓരോ വീട്ടിലും വിതരണം ചെയ്തിരുന്നു. സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ പദ്ധതികൾ നടപ്പാക്കാൻ തത്വത്തിൽ അംഗീകാരം നൽകി. ഗൃഹജ്യോതി, ഗൃഹലക്ഷ്മി, അന്നഭാഗ്യ, ശക്തി, യുവനിധി എന്നീ 5 പദ്ധതികളിൽ 4ഉം ഇതിനകം ആരംഭിച്ച സർക്കാർ വാക്കുപാലിക്കുന്ന കാര്യത്തിൽ മികവ് കാട്ടിയിരിക്കുകയാണ്. 450 രൂപയ്ക്ക് പാചകവാതക സിലിണ്ടർ എന്ന വാഗ്ദാനം രാജസ്ഥാനിൽ നടപ്പാക്കാനാവില്ലെന്ന് പറഞ്ഞ BJP നേതൃത്വം പറഞ്ഞ വാക്ക് പാലിക്കുന്നതെങ്ങനെയെന്ന് കർണാടകയെ കണ്ടു പഠിക്കട്ടെ.